ഈ വേൾഡ് കണ്ടതിൽ വെച്ച് മോസ്റ്റ് പവർഫുൾ വുമൺ ആരാണ്? അത് ഏതെങ്കിലും രാജ്ഞിയോ അല്ലെങ്കിൽ വാരിയറോ ഒന്നുമല്ല. എന്റെ അഭിപ്രായത്തിൽ അതൊരു സയന്റിസ്റ്റ് ആണ്. മരിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ ബോഡി ഇപ്പോഴും ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് വേർഡിൽ പറയുകയാണെങ്കിൽ ഓറ. മാരി ക്യൂറിയെ കുറിച്ചാണ് പറയുന്നത്. സയൻസിനെ മാറ്റിമറിച്ചു അവർ. പക്ഷെ നമുക്കറിയാം അതിനു വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ വില കൊടുക്കേണ്ടി വന്നു. മേരി യൂസ് ചെയ്തിരുന്ന നോട്ട്ബുക്ക് റേഡിയോ ആക്റ്റീവ് ആണ്. ഫർണിച്ചർ, അവരുടെ വസ്ത്രങ്ങൾ, ഇതെല്ലാം ടച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോഴും സേഫ് അല്ല. പിന്നെ അവരുടെ ശരീരം വളരെയധികം റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയേഷൻ പുറത്ത് കടക്കാതിരിക്കാൻ ഈ ശരീരം ലെഡിന്റെ ലെയറുള്ള ശവപ്പെട്ടിയിലാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയതിന് ഫിസിക്സിലും റേഡിയോവും പൊളോണിയവും വേർതിരിച്ചെടുത്തതിന് കെമിസ്ട്രിയിലും നോബൽ സമ്മാനം നേടിയ, അതായത് 2 നോബൽ പ്രൈസ്, അതും സയൻസിന്റെ 2 ഡിഫറെന്റ് കാറ്റഗറിയിൽ നേടിയ ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് മേരി ക്യൂറി. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ലോകത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട എത്ര ആളുകളുണ്ടെങ്കിലും എത്ര ഫെയിം ഉള്ളവരുണ്ടെങ്കിലും അതിൽ കറപ്റ്റഡ് അല്ലാത്ത ഒരേ ഒരാൾ അത് മേരി ക്യൂറി ആയിരിക്കും എന്നാണ്. കയ്യിലുള്ള പേറ്റന്റിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഫെയിം അല്ലായിരുന്നു അവരുടെ. ഹൈടെക് ഫെസിലിറ്റി ഉള്ള ഒരു ലാബ് അല്ലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ലീക്കേജ് ഉള്ള അവരുടെ ആ ഷെഡില്, ആ ചെറിയ ലാബില് ഹസ്ബൻഡ് മേരി ക്യൂറിയും ചേർന്ന് കൈകൊണ്ട് റേഡിയത്തിന്റെ ഓർ അല്ലെങ്കിൽ ഐര് വെറും കൈ ഉപയോഗിച്ച് ഇളക്കിയിട്ടുണ്ട്. നോ ഗ്ലൗസ്, നോ പ്രൊട്ടക്ഷൻ. പക്ഷെ എന്താണോ കണ്ടെത്തുന്നത് അത് തങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അവരറിഞ്ഞിരുന്നില്ല. അവരുടെ സ്കിന്നിലൂടെ, വായുവിലൂടെ, കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എല്ലാം തന്നെ റേഡിയേഷൻ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് അതിനെ തടയാനും കഴിയില്ല. വർഷങ്ങളോളം മേരി ക്യൂറി റേഡിയത്തിന് എക്സ്പോസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ബോൺ മാരോ ഡാമേജ് ആവുകയും എപ്ലാസ്റ്റിക് അനീമിയ എന്ന മാരക അസുഖം ഇവരെ ബാധിക്കുകയും ചെയ്തു. ഒരു 100 ഗ്രാം റേഡിയം അത് 50 ഗ്രാം ആവാൻ, അല്ലെങ്കിൽ അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയാനായിട്ട്, അതിന്റെ റേഡിയേഷൻ പവർ ഒരു 50% കുറയാനായിട്ട് 1600 വർഷങ്ങളെങ്കിലും എടുക്കും. മേരി ക്യൂറിയും അവരുപയോഗിച്ച വസ്ത്രങ്ങളും എല്ലാം തന്നെ സ്റ്റിൽ എമിറ്റിംഗ് റേഡിയേഷൻ. മരിച്ചു കഴിഞ്ഞിട്ടും മോസ്റ്റ് പവർഫുൾ വുമൺ ഇൻ ഹിസ്റ്ററി വിത്ത് അൺലിമിറ്റഡ് ഓറ.